ചങ്ങന്മാരെ, ഞാനിന്ന് എൻ്റെ നാട്ടിലാട്ടോ, മണ്ണാർക്കാട് മണലടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പരിചയപ്പെടേണ്ട രണ്ട് മുത്തുമണികളാണ് നമ്മൾ കാണാൻ പോണത്. എന്താ ഏതാണെന്നൊക്കെ അവർ തന്നെ സംസാരിക്കും. ഇൻട്രോയിൽ ഞാനൊന്നും അവരെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. 12ഉം 13ഉം വയസ്സായ ഒരു രണ്ട് ആൺകുട്ടികൾ, നല്ല രണ്ട് മണിമുത്തുകളാണ് കാണാൻ പോകുന്നത്. അവർ അച്ചീവ് ചെയ്ത വലിയൊരു സംഭവമുണ്ട്. ഈ ഒരു ചെറു പ്രായത്തിൽ 1.5 വർഷം കൊണ്ട് അവർ അച്ചീവ് ചെയ്ത വലിയൊരു സംഭവമാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. വേറെ ഒന്നും ഞാൻ പറയില്ല, വേഗം നമുക്ക് അവരുടെ വിശേഷങ്ങളൊന്നും അറിയാം. വാ. അപ്പോൾ മക്കളെ, നമ്മൾ കാണാൻ വേണ്ടി വന്ന, അല്ലെങ്കിൽ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞ ആ രണ്ട് മണിമുത്തുകളാണ് ഇവിടെ നിൽക്കുന്നത്. മോൻ്റെ പേരെന്താ? ആദിൽ. നിന്റെ പേര്? സ്വാലിഹ്. ഞാൻ ഇൻട്രോയിൽ ഒന്നും പറഞ്ഞില്ല നിങ്ങളെ പറ്റിയിട്ട്. നമ്മളിപ്പോൾ എന്താണ് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? നിങ്ങൾ ഇവര് ഭയങ്കരമായിട്ട് രണ്ട് സംഭവങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അത് ഇവർ തന്നെ ഇവരെ നാവുകൊണ്ട് തന്നെ പറയും. എന്താണ് ആദിലെ? അതാണ്. സ്വാലിഹോ? ഏകദേശം 1.5 വർഷം കൊണ്ട് ഖുർആൻ മുഴുവനായിട്ടും മനഃപ്പാടമാക്കിയ രണ്ട് മണ്ണാർക്കാട് സ്വദേശികൾ എൻ്റെ നാട്ടുകാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓടിപ്പടഞ്ഞിവിടെ എത്തിയത്. നമുക്കൊരു അഭിമാനമാണ്. 1.5 വർഷം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും 1.5 വർഷം ഒന്നും കിട്ടില്ല. അതിൽ ഒരുപാട് ലീവുകളൊക്കെ പോകും. അവരെ ഈ 1.5 വർഷക്കാലം പരിശീലിപ്പിച്ച ഉസ്താദാണ്. ഉസ്താദിന്റെ പേര് ഉമ്മർ. ഉസ്താദ് മണ്ണാർക്കാട്ടുകാരൻ തന്നെയാണോ? അല്ല, ഞാൻ പുലാമന്തോളുകാരനാണ്. 1.5 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഉസ്താദ് ഏകദേശം എത്ര ഇവർക്ക് ആ ഒരു സമയം കറക്റ്റ് കിട്ടും? 1.5 വർഷം എന്ന് പറയുമ്പോൾ ലീവും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷം തന്നെ കഷ്ടിച്ച് അത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ. മാസം എന്നാണെങ്കിൽ 12-13 മാസമാണ് ശരിക്കും ഇവർക്ക് പഠിക്കാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇനി ബാക്കി നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. നിങ്ങൾ സ്കൂളിൽ എത്രയല്ല പഠിക്കണേ? 8ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ്? എത്തിങ്ങാന സ്കൂളിലാണ് അല്ലേ? നീ? ആരെയും നമ്മളെ യൂണിറ്റി സ്കൂളിലാണ് അല്ലേ? ഇത് നമ്മുടെ സ്വാലിഹിന്റെ ബാപ്പയാണ് അല്ലേ? എന്ത് തോന്നുന്നു മകൻ ഈ ഒരു ചെറിയ പ്രായത്തിൽ, എത്ര 13 വയസ്സല്ലേ, 13ാമത്തെ വയസ്സല്ലേ, ഈ ചെറിയ പ്രായത്തിൽ ഖുർആൻ മുഴുവനായിട്ട് മനഃപ്പാടമാക്കി ഒരു അഭിമാന നിമിഷത്തിൽ നിൽക്കുകയാണ്. മകനെ പറ്റി എന്താ പറയലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ കഴിവുകൊണ്ട് അവന് സാധിച്ചു. ഇവനെങ്ങനെയാണ് ഈ മോനെ ഈ ഒരു വഴിയിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങളെ ഇഷ്ടപ്രകാരം വന്നാണോ, അവന്റെ ഇഷ്ടത്തിൽ വന്നോ? സുഹൃത്തിനെ കണ്ടിട്ട് സുഹൃത്ത് ഹാഫിളാണോ? പഠിക്കാൻ പോയിരുന്നു. ഓക്കെ. അത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് നിങ്ങളോട് വന്ന് പറഞ്ഞാണ്. നിങ്ങൾ എതിരും നിന്നില്ല. അൽഹംദുലില്ലാഹ്, എന്തായാലും 1.5 വർഷം കൊണ്ട് ഈ ഒരു വലിയൊരു അച്ചീവ്മെന്റ് നേടിയെടുത്തു. 1.5 വർഷം കൊണ്ട് ഖുർആൻ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് എവിടെയെങ്കിലും ഓതാൻ പറഞ്ഞ് എനിക്കറിയില്ല. നോക്കിയാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഓതി കിട്ടണമെന്നില്ല. എന്ത് തോന്നി ഇത് പഠിക്കുമ്പോൾ? അല്ലെങ്കിൽ ഇത് എത്രത്തോളം പഠിക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ റിസ്ക് ഉണ്ടോ, എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് ചെന്ന് കോളേജിൽ 2 മാസം പഠിക്കുമ്പോൾ ടഫായിരുന്നു. പിന്നെ കുറച്ച് വിജയൊക്കെ ആയപ്പോൾ സിമ്പിളായിട്ട് പഠിക്കാൻ തോന്നി. ഇപ്പോൾ ഒരു ദിവസം ഇത്ര പേജ് അങ്ങനെ എങ്ങനെ പഠിപ്പിക്കുന്നതിന്റെ ഒരു രീതി എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കഴിവനുസരിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ജ്യൂസ് കൂടുന്തോറും ഉസ്താദ്മാർ പറയും. ഓക്കെ. നിങ്ങളെ ടാലന്റിനനുസരിച്ച് അല്ലെങ്കിൽ കഴിവിനനുസരിച്ച് ഉസ്താദ്മാർ കൂടുതൽ ഇങ്ങനെ ചെല്ലാൻ പറയും. അതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് ഉസ്താദ് ഒരു ശരാശരി ഒരു വിദ്യാർത്ഥി എത്ര കാലം കൊണ്ടാണ് നിങ്ങളെ സിലബസിന്റെ പീരീഡ് എത്രയാണ്? 3 വർഷമാണ് ഇതിന്റെ സമയം. ഇതിന്റെ ഈ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഈ ഒരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ്? അത് നമ്മളെ മുമ്പിൽ വരുന്ന കുട്ടികളെ നമ്മൾ ആദ്യം ഇത് ഖുർആൻ മനഃപ്പാടാക്കാൻ കഴിവുണ്ടോ നോക്കും. ഖുർആൻ നോക്കി ഓതാൻ കഴിവ് വേണം. ഖുർആൻ നോക്കി ഓതാൻ കഴിവുള്ള കുട്ടികൾക്ക് പിന്നെ മനഃപ്പാടാക്കാൻ കഴിവുണ്ടോ നോക്കും. അത് നിങ്ങൾ മെമ്മറി ടെസ്റ്റ് സ്പോട്ടായിട്ട് നടത്തുക. ഈ കുട്ടികൾക്ക് അറിയില്ല ഞങ്ങൾ എവിടുന്നാണ് ഓദിപ്പിക്കുക, എവിടുന്നാണ് പഠിപ്പിക്കുക. അവർ ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങളൊരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത്ര ഭാഗം നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവര് ആ സമയത്തിനുള്ളിൽ അത് പഠിച്ച് കേൾപ്പിക്കുന്ന ആരാണ് നന്നായിട്ട് ചെല്ലിത്തന്ന കുട്ടികളെ നമ്മൾ അങ്ങനെ നിങ്ങൾ ഇന്റർവ്യൂല് കുട്ടികളെ സെലക്ട് ചെയ്യുന്ന അങ്ങനെയാണല്ലേ? അപ്പൊ നിങ്ങൾ ഒരു എന്താ പറയാ ഒരു സ്പോട്ട് പറഞ്ഞു കൊടുക്കും. ഒരു ഖുർആനിന്റെ അതിന് ഒരു ചെറിയ ഷോർട്ട് ടൈമും കൊടുക്കും. അതിന്റെ ഉള്ളിൽ അത് ഓതി കേൾപ്പിച്ചു കൊടുക്കണം. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ആയതുകൊണ്ടേ ഏകദേശം പേര് ഞാൻ ഇടക്കിടക്ക് മാറിപ്പോയി. നിന്റെ പേരെന്തായിരുന്നു? സ്വാലിഹിന്റെ ഈ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ആഴ്ചയൊക്കെ ഭയങ്കര ടഫല്ല, ഒരു ഭയം തോന്നിയിരുന്നു. ഫുള്ളായിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്നു. പിന്നെ ഒരു 2-3 ദിവസമൊക്കെ ആയപ്പോൾ പഠിക്കാൻ കൂടി നിമിഷം വന്നു. അങ്ങനെ പഠിച്ച് പിന്നെ കുറച്ചും കൂടി ആയപ്പോൾ പുസ്തകം പറയണത്ര പഠിച്ച് അങ്ങനെ. ഞാൻ ഈ കാലാനുസൃതമായിട്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഈ കാലത്തിനനുസരിച്ച് ഖുർആന്റെ മേഖലയ്ക്ക് അപൂർവം ആളുകൾ കടന്നു വരുന്നുള്ളൂ അല്ലേ? ഈ ചെറുപ്രായത്തിൽ അങ്ങനെ ഒരു സംഭവം തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? താല്പര്യം ആദ്യം മുതൽ തന്നെ ഹാഫിളാവണം അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ താല്പര്യം ഉണ്ടായിരുന്നു? അവനെ കണ്ടു, അവന് ഇങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ താല്പര്യപ്പെട്ടു അല്ലേ? നീയോ? അങ്ങനെ തന്നെയാണ് അല്ലേ? ഓക്കെ. ബാക്കി ഉസ്താദെ
നമ്മളിപ്പോ ഇവരെ ടെസ്റ്റ് ചെയ്യുക എന്നൊന്നും പറയാൻ പറ്റൂല. ഇവരിപ്പോ ഏകദേശം പിന്നെ നാടിന്റെ ഒരു അഭിമാനമാണ്. ഇപ്പൊ വരുന്ന വഴിക്ക് ഇവർ രണ്ടാളും ഫ്ലെക്സ് ബോർഡുകളാണ് മണ്ണാർക്കാട് സിറ്റിയിലും മിക്കവാറും സ്ഥലങ്ങളിൽ കണ്ടു. അപ്പൊ നമുക്ക് ഇവരെ പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക, അതിന്റെ ബാക്കി അപ്പൊ ഞാനിവരെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമുക്ക് ഇത് ഒരുപാട് ആളുകൾ കാണുന്നതാണ്. അപ്പോൾ അവരുടെ ആ ഒരു സംശയങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ വെറും വീഡിയോയിൽ ഇപ്പോൾ അവർ എന്തെങ്കിലും ഒരു ടാലന്റ്, അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചെറിയ ലെവലിൽ അവരെ സംബന്ധിച്ച് എന്തായിട്ടില്ല, നമുക്കൊരു ഭയമല്ല. ഇല്ല, കാരണം നമ്മള് സ്ഥാപനത്തിൽ വ്യത്യസ്ത രൂപത്തിലാണ് നമ്മൾ ഇവിടെ ഹിഫ്ള് പഠിച്ചിരിക്കുന്നത്. സോറി, ഞാൻ ഫസ്റ്റ് പറയേണ്ട സംഭവം മറന്നുപോയി. സ്ഥാപനത്തിന്റെ പേരെന്തായിരുന്നു? സ്ഥാപനത്തിന്റെ പേര് വടക്കുമണ്ണ മൗലിയ നൂറാനിയ ഹിഫ്ളുൽ ഖുർആൻ കോളേജ്. ഒരു വടക്കുമണ്ണത്ത് കാലങ്ങളായിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ഉപ്പാപ്പുണ്ട്. ഉപ്പാപ്പാന്റെ നാമധേയത്തിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. എത്ര വിദ്യാർത്ഥികളുണ്ട് അവിടെ? 25 വിദ്യാർത്ഥികൾ. 25 പേരുണ്ട്. അതിലിപ്പോ പ്രഥമ ബാച്ചിൽ ഇറങ്ങിയ ഒറ്റ ബാച്ച് തന്നെയുള്ളൂ. പ്രഥമ ബാച്ചിലെ 2 ഹാഫിലിങ്ങളാണ് നമ്മൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ഓരോ മാസങ്ങളിലും നമുക്ക് ഈ വർഷത്തിൽ തന്നെ ഒരു 10ഓളം വിദ്യാർത്ഥികൾ ഹാഫിലാക്കാൻ കഴിയുന്നില്ല ഒരു കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. ഇതിന് ഈ പിന്നെ ഹാഫിദ് കഴിഞ്ഞിട്ട് ഈ ദൗറ അങ്ങനെ എന്തൊക്കെ ഒരു സംഭവം ഇതിന്റെ ഒരു പിന്നെ സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഇത് കഴിഞ്ഞ ശേഷം സാധാരണഗതിയിൽ പെട്ടെന്ന് പഠിപ്പിക്കും. ഓക്കെ ഫുള്ളോട് കൂടെ ചെറുതായിട്ടുള്ള അതിന്റെ ഒരു ആവർത്തനം കൊടുക്കും. പരിപൂർണമായിട്ടുള്ള ആവർത്തനം ശരിക്ക് ഞങ്ങളെ ഹിഫ്ള് കഴിഞ്ഞതിന് ശേഷം. പക്ഷെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാല് ഓരോ 5 ജുസ് കൂടുമ്പോഴും നമ്മൾ പുതിയ പാഠം പഠിക്കൽ നിർത്തിവെക്കും. എന്നിട്ട് ആ 5 ജുസ് വീണ്ടും ആവർത്തിക്കും. അത് കഴിഞ്ഞിട്ട് ആവർത്തിച്ച് കഴിഞ്ഞിട്ടാണ് 6ാമത്തെ ജുസ് തുടങ്ങുന്നത്. അങ്ങനെ ഓരോ 5ഉം 10ഉം 15ഉം 20ഉം 25ഉം അങ്ങനെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ആവർത്തിച്ചിട്ട് കഴിഞ്ഞ അടുത്ത് ബൈ ഹാർട്ട് കേറിയതിന്റെ ശേഷമാണ് നെക്സ്റ്റ് ലെവൽ എടുക്കുള്ളൂ. ലാസ്റ്റ് 29ാമത്തെ ജുസ് എത്തിക്കഴിഞ്ഞാൽ 29 ജുസും ഉസ്താദ്മാരുടെ മുമ്പിൽ ഒരു മാസമോ അല്ലെങ്കിൽ 15 ദിവസം കൊണ്ടോ ഒരു ഓതി കേൾപ്പിച്ചു കൊടുക്കണം. എന്നിട്ടാണ് 30ാമത്തെ ജുസ് പഠിക്കാൻ തുടങ്ങുള്ളൂ. അപ്പൊ ഭയങ്കര ചിട്ടയാർന്നുള്ള ഒരു സംഭവമാണ് അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് ഉസ്താദ് ഏതെങ്കിലും ഒരു ആയത്ത്, ഒരു സൂറത്തുനിന്ന് ഏതെങ്കിലും ഒരു ആയത്ത് ഓതുക, അതിന്റെ കണ്ടിന്യൂഷൻ അവർ ഓതുക എന്നൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു താല്പര്യം. ഞാൻ ആദ്യം സാലീനോടാ ചോദിക്കുന്നത്. സൂറത്തുൻ നിസായിലെ ദറജാതിൻ മിൻഹു വമഗ്ഫിറതൻ വറഹ്മ وكان الله غفورا رحيما. بسم الله الرحمن الرحيم. درجات منه ومغفرة ورحمة وكان الله غفورا رحيما. إن الذين توفاهم الملائكة ظالمي أنفسهم قالوا فيما كنتم قالوا كنا مستضعفين في الأرض قالوا ألم تكن أرض الله واسعة فتهاجروا فيها فأولئك مأواهم جهنم وساءت مصيرا. ഓക്കെ. ഇനി അടുത്ത ആളോട് ഞാൻ അതിനോട് സൂറത്തുൽ ഖലം നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഓക്കെ. നിങ്ങൾ ടെസ്റ്റ് ചെയ്തൊന്നുമല്ല കേട്ടോ, പക്ഷെ ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളെ പോലത്തെ അഥവാ 12ഉം 13ഉം വയസ്സായ 2 ചെറിയ മക്കളാണ് നിങ്ങളെ പോലത്തെ ഒരുപാട് മക്കളുള്ള കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഈ മക്കളോടോ അല്ലെങ്കിൽ അവരുടെ പാരൻസിനോടോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? കാരണം നിങ്ങളിപ്പോൾ ഏകദേശം ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഗ്രന്ഥം എന്ന് പറയുന്നത് ഖുർആനാണ് അല്ലേ? അതിപ്പോൾ നിങ്ങൾ ഈ ഒരു ചെറിയ തലയുടെ ഉള്ളിൽ ഫുള്ള് കാണാപ്പാടായിട്ട് പടിഞ്ഞിരിക്കുകയാണ്. അതെന്തായാലും മരണം വരെ പഠിച്ചോ നിങ്ങളെ കൂടെ തന്നെ എത്തിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. എന്താണ് ഈ ഒരു മക്കളോട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളോട് പറയാനുള്ളത്? ഇപ്പം എല്ലാവരും ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? നിങ്ങൾ ഈ ഒരു വ്യത്യസ്തമായ രീതി തിരഞ്ഞെടുത്തു. പക്ഷേ ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് യഥാർത്ഥ പാത അല്ലേ? എന്താണ് അങ്ങനത്തെ മക്കളോട് പറയാനുള്ളത്? ഇത് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് ഈ ഭൂമിയിൽ ഇവിടെ മാത്രം ഭൗതികമായിട്ട് അതെ ഈ ഇസ്ലാമികമായിട്ട് എടുത്താൽ നമുക്ക് നാളെ ഇത് ഈ ഹിഫ്ള് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതെന്നല്ലാതെ മാറി നിൽക്കാതെ നിന്നാണെങ്കിൽ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ പരലോകത്ത് നമുക്ക് 40 ആൾക്കാർക്ക് ശുപാർശ ചെയ്യാൻ കഴിയും. അതെ, തീർച്ചയായിട്ടും. സോ അത് ഇവർ ഈ പിന്നെ ഭൗതിക പഠനം സ്കൂളിൽ എങ്ങനെ പഠിക്കാൻ എങ്ങനെ? സ്കൂൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പരീക്ഷകളിലൊക്കെ നമ്മള് ഡെയിലി സ്കൂൾക്ക് പറഞ്ഞേക്കൂല. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇപ്പൊ നമ്മള് വെള്ളിയാഴ്ച ദിവസമാണ് സ്കൂൾക്ക് പറഞ്ഞേക്കാം. പിന്നെ ബാക്കിയുള്ളത് ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് ഭൗതിക വിഷയങ്ങൾ നമ്മൾ ട്യൂഷനായിട്ട് എടുക്കും. നിങ്ങൾ ഹോസ്റ്റലിൽ തന്നെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് സ്കൂളുകാരൊക്കെ സമ്മതിക്കുന്നതാണ്. അതെല്ലാ മേഖല ഈ ഹിഫ്ള് കോളേജില്ല അങ്ങനെ തന്നെയാണോ അതോ
അല്ല വ്യത്യസ്തമായ രീതികളാണ്. ചില ഭാഗത്ത് മാഷന്മാര് വന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കണമാർക്ക് എടുത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്താവൂല ഈ ഇഫ്ദിനോട് കൂടെ ഭൗതികം അത്ര തന്നെ എന്താവൂല മുന്നോട്ട് അത് മെമ്മറിയിൽ രണ്ടും പാടെ മിക്സ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം വരും. കാരണം ഇത് ഖുർആനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് ഇങ്ങനെ എന്താ പറയാ ആവർത്തനം ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. പിന്നെ അത് നമ്മുടെ മെമ്മറിയിൽ ആദ്യം കയറുന്നത് ഈ വിശുദ്ധ ഖുർആൻ ആയതുകൊണ്ട് അത് കഴിഞ്ഞ് ഹാഫിളായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഏത് മേഖല വേണമെങ്കിലും തെരഞ്ഞെടുക്കാൻ പറ്റും. അവർക്ക് പഠനത്തിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ. ഓക്കെ. അപ്പോൾ രണ്ടും പാടെ പിന്നെ ക്ലാസ് ആണ് ഒരു പ്രശ്നം ഇപ്പൊ നിലവിലില്ല. അവിടെയും ഭൗതികമായിട്ട് പഠിക്കാൻ വളരെ ഉഷാർ തന്നെയാണ് അല്ലേ. എത്രയിലാ പഠിക്കണമെന്ന് പറഞ്ഞേ? ഒരാൾ 8ലും ഒരാൾ 6ലും ആണല്ലേ. ചെറിയ പ്രായമാണ്. അപ്പോൾ പിന്നെ ഇനി ഏതെങ്കിലും സമീപ കാലത്ത് അല്ലെങ്കിൽ തൊട്ട അടുത്ത ബാച്ചിൽ അല്ലെങ്കിൽ ഇവരുടെ ഒപ്പം ഏകദേശം പകുതിയോ അല്ലെങ്കിൽ മുക്കാലൊക്കെ ആയ അടുത്ത ഹാഫിളാവാൻ റെഡി ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ കോളേജിലുണ്ടോ? ഫസ്റ്റത്തെ ബാച്ചിൽ 25 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. അതിൽ 2 പേര് ഇപ്പോൾ ഹാഫിളായി. ഇനിയും 10ഓളം പേര് 20ഉം 22ഉം 23ഉം ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. 10ഓളം പേര് എത്രയും പെട്ടെന്ന് നമ്മൾ ഹാഫിളാവുന്ന പ്രതീക്ഷയിലാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും ആവട്ടെ. നിങ്ങൾ ഉസ്താദായിട്ട് നിങ്ങൾ അധ്യാപകനായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ അതോ നിങ്ങൾക്ക് ഒരു മഹല്ല് ഖാദി ഹാഫിൾ ജലാൽ ഫൈസി ഷുക്കൂർ മദനയുടെ മോനാണ്. അദ്ദേഹമാണ് എൻ്റെ ഒപ്പമുള്ള സഹപ്രവർത്തകൻ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥാപനവും പിന്നെ വേഗം ഇൻഷാ അല്ലാഹ് ഒരുപാട് ഹാഫിളിങ്ങൾ നമ്മുടെ കേരള സമൂഹത്തിന് പിറവിയെടുക്കാൻ ഭാഗ്യം നൽകുന്ന ഉതകുന്ന ഒരു സ്ഥാപനമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ കഴിവ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും പറയണ്ടോ സാറേ? ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞോളൂ. നമ്മളെ കണ്ട എല്ലാവർക്കും വാപ്പക്കൊന്നും പറയാനൊന്നുമില്ലല്ലോ. റാഹത്തല്ലേ? ഹാപ്പിയാണ്. അപ്പോൾ സാർ ഓക്കെ നമ്മൾ വീഡിയോ നിർത്താണ്. അപ്പോൾ മക്കളെ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.